വരയൻ മീനിൻ്റെ കഥ. കടലിൻ്റെ അടിത്തട്ടിലായി സ്വർണ്ണ നിറമുള്ള ഒരു മത്സ്യം താമസിച്ചിരുന്നു. ഈ സ്വർണ്ണ മത്സ്യത്തിൻ്റെ ചന്തം മറ്റു മത്സ്യങ്ങളെ അസൂയാലുക്കളാക്കി. മറ്റു മത്സ്യങ്ങൾക്കൊന്നുമില്ലാത്ത ചന്തം നിങ്ങൾക്കെവിടെ നിന്ന് കിട്ടി? പല മത്സ്യങ്ങളും ചോദിക്കാൻ തുനിഞ്ഞ ചോദ്യം ഒരു ദിവസം വരയൻ മത്സ്യം ചോദിച്ചു. സത്യസന്ധനായ സ്വർണ്ണ മത്സ്യം വരയനോട് ആ കഥ പറഞ്ഞു. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മീനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യാത്ര പുറപ്പെട്ട് 7-ാം കടലിനക്കരെയുള്ള ഒരു പവിഴ ദ്വീപിലെത്തി. അവിടെ ആ പവിഴപ്പുറ്റിൽ ഒരു ജനകന്യക താമസിച്ചിരുന്നു. എന്നെ കണ്ടു പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വരമായി തന്നതാണ് ഈ സ്വർണ്ണ നിറം. അസൂയാലുവായ വരയന്മീൻ തനിക്കും ഇങ്ങനെയൊരു വരം കിട്ടുവാൻ അന്ന് തന്നെ യാത്ര പുറപ്പെട്ടു. ദിവസങ്ങൾ പലതു കഴിഞ്ഞ് 7 കടലും താണ്ടി പവിഴദ്വീപിലെത്തി ജലകന്യകയെ സമീപിച്ച് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ജലകന്യകയാകട്ടെ അസൂയാലുവായ വരയൻ മീനിൻ്റെ ആഗമനോദ്ദേശം ദിവ്യദൃഷ്ടി കൊണ്ട് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ജലകന്യക പറഞ്ഞു, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ ഒരു കാര്യം, 1 വർഷം മുഴുവൻ എൻ്റെ പാദസേവ ചെയ്ത് ഇവിടെ സ്വസ്ഥമായി കഴിയണം. അസൂയയും അഹങ്കാരവും കലർന്ന മനസ്സിനുടമയായ വരയന്മീൻ പെട്ടെന്ന് പ്രതികരിച്ചു. 1 വർഷം പോയിട്ട് 1 ദിവസം തന്നെ എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. വരയൻ മത്സ്യത്തിൻ്റെ ഈ മറുപടി കേട്ടതും ജലകന്യക അപ്രത്യക്ഷമായി. എവിടെ തിരിഞ്ഞിട്ടും അതിനെ കണ്ടെത്തിയില്ല. നിരാശയോടെ തിരിച്ചു പോന്ന വരയൻ മത്സ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി. അസൂയയും അഹങ്കാരവും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിനയവും അർപ്പണ മനോഭാവവുമാണ് വേണ്ടത്.